Hello friends, welcome to our new channel ISAT NSS Tutorials. So, Albertian Institute of Science and Technology ISAT Kalamassery NSS വോളണ്ടിയേഴ്സ് നടത്തുന്ന അതായത് +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ ചാനലാണ് ഇത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ആൻഡ് വി ഓൾസോ റെസ്പെക്ട് യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. അത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഓൾസോ പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ ടു ഗെറ്റ് latest videos. Alright, moving on to our lectures. So we will be discussing today the 5th chapter of NCERT syllabus, the laws of motion. This is a lengthy chapter. I have divided it into 2 parts. In part 1, we will be discussing about Newton's laws of motion, law of conservation of linear momentum. And that law of conservation of linear momentum, എന്ന് പറയുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോയും സെക്കൻഡ് ലോയും ഡിറൈവ് ചെയ്യുന്നതാണ്. ഓൾസോ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് അപ്ലിക്കേഷൻസ് ഓഫ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് ബോത്ത് ഫ്രം CBSE syllabus and Kerala syllabus. So in part 2 we'll be discussing about body in a lift, motion of a connected bodies, പിന്നെ എന്താണ് ഫ്രിക്ഷൻ, പിന്നെ ഫ്രിക്ഷനിൽ what are the types of frictions and laws connecting to it, പിന്നെ എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, സർക്കുലർ മോഷൻസിൽ വരുന്ന ബാങ്കിങ് ഓഫ് റോഡ്സ്, റെയിൽസ്, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓൾറൈറ്റ്, ഗെറ്റിംഗ് ടു അവർ ലെക്ചേഴ്സ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അതില് പ്രധാനമായിട്ടും നമ്മൾ 3 ലോസ് ആണ് ഡീൽ ചെയ്യുന്നത്. എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ unless or until it is compelled by an external force to change that state. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമില് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണതിനാണ് യൂണിഫോം മോഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റും 2 പോയിന്റിലത്തെയും വെലോസിറ്റി വിൽ ബി സെയിം. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി ഇസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ടൈം കവർ ചെയ്യുന്നതിനാണ് വി സേ ദാറ്റ് യൂണിഫോം മോഷൻ. സോ ഒരു ബോഡി, എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, എല്ലാ ബോഡിയും കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അല്ലെങ്കിൽ ഓർ ഓഫ് യൂണിഫോം മോഷൻ unless or until it is compelled by an external force. So the first law introduces the idea of force. എന്താണ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ it defines what force is. ഇതിൽ നിന്ന് നമുക്ക് പറയാം, a force is nothing but it changes or tends to change a state of rest or of uniform motion. അതുപോലെ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. ഞാൻ 3 എക്സാമ്പിൾ പറയാം. ഒന്ന്, ഒരു പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ബസ്സിലെല്ലാവരും കയറിയിട്ട് സഡൻലി ദ ഡ്രൈവർ ടേക്സ് ദ ബസ്. പെട്ടെന്ന് ദ ഡ്രൈവർ ടേക്സ് ദ ബസ്. അപ്പൊ എന്തുണ്ടാവുക? നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വി ഓൾ ടെൻഡ് ടു മൂവ് ബാക്ക്വേർഡ്. എന്തുകൊണ്ടാണ് വി ഓൾ ടെൻഡ് ടു മൂവ് ബാക്ക്വേർഡ്? നമ്മൾ ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ ദ ലോവർ പാർട്ട് ഓഫ് അവർ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ് വിത്ത് ദ ബസ് വൈൽ ദി അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ടെൻഡ്സ് ടു ബി അറ്റ് റെസ്റ്റ്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വി ഓൾ ടെൻഡ് ടു മൂവ് ബാക്ക്വേർഡ്. അതിനെ പറയുന്നതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ സഡൻലി ദ ഡ്രൈവർ അപ്ലൈസ് ദ ബ്രേക്ക്. അപ്പൊ എന്താ ഉണ്ടാവണേ? സഡൻലി when the driver applies the brake very suddenly, what happens is that the lower part of our body comes to a rest.
while the upper part of a body still in motion. അപ്പൊ എന്താണ്? the body tends to move forward. അപ്പൊ അതിനെ പറയുന്നത് അത് മോഷനിൽ ഇരിക്കുന്ന ഒരു ഇനേർഷ്യ ആയതുകൊണ്ട് we say that it is inertia of motion. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്? the rate of change of momentum of a body is directly proportional to the applied force and takes place in the direction of force. അല്ലെങ്കിൽ നമുക്ക് പറയാം F is directly proportional to change in momentum by time. അല്ലേ? അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി മൊമെന്റം ഇസ് നത്തിങ് ബട്ട് എം ഇൻ മാസ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എം ബി ബൈ ഡെൽറ്റ ടി. ഇനി യൂഷ്വലി നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഡിഫറൻസിയേഷന്റെ റൂൾ അനുസരിച്ചിട്ട് നിങ്ങൾ 12th പഠിക്കും, മാസ് കോൺസ്റ്റന്റ് ആയത് പുറത്തേക്ക് എഴുതും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരാ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി സൈഡ് മാറ്റാനായിട്ട് I used a constant of proportionality k, where k is the constant of proportionality k into m delta v by delta t. ഈ m ഞാൻ പുറത്തേക്ക് എടുത്തു. m delta v by delta t. എന്താണ് delta v by delta t? Change in velocity by time. That is nothing but acceleration. Change in velocity by time ആണ് acceleration. നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് impulse. എന്താണ് impulse? Impulse is nothing but a very large force acting on a very small interval of time. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബോൾ നമ്മൾ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വെറുതെ ഇങ്ങനെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല വേദന വരും അല്ലേ? കുറച്ച് ഇറ്റ് ഹേർട്സ് us അല്ലേ? ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ചിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹേർട്ട് ദാറ്റ് മച്ച്. അവിടെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ വെരി സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈമിൽ ലാർജ് ഫോഴ്സസ് ആക്ടിങ് ഓൺ അവർ ഹാൻഡ്സ്. ബട്ട് നമ്മൾ കുറച്ച് ഡ്രാഗ് ചെയ്തിട്ട് അത് ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവിടെ ഇന്റർവെൽ ഓഫ് ടൈം ഇൻക്രീസസ്. അപ്പൊ നമുക്ക് തോന്നും ആ ഹേർട്ടിങ് ഫീലിംഗ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇമ്പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അല്ലെങ്കിൽ നമുക്ക് പറയാം I is equal to force into ടൈം ഇന്റർവെൽ, അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഇന്റർവെൽ ഫോർ വിച്ച് ഇറ്റ് ആക്ട്സ്. അപ്പോൾ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ല, അല്ലെങ്കിൽ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? F is directly proportional to change in momentum. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് അല്ലെ? അപ്പൊ ഈ ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്യും. എങ്ങനെ ക്യാൻസൽ ആയി മനസ്സിലായ? എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം അല്ലെ? ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ ഇസ് നത്തിങ് ബട്ട് എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഈ എഫിന് പകരം ഞാൻ ഈ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ടി അല്ലെ? ഈ ഡെൽറ്റ ടിയും ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് വാട്ട് ഇമ്പൾസ് ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് മൊമെന്റം. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഇമ്പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ബോഡി. ഇമ്പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ഒരു ക്വാണ്ടിറ്റിനെ വി സേ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ. എന്തൊക്കെ ബേസിക് ഫോഴ്സസ് ഉണ്ട് നമുക്ക്? വി ഹാവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് നത്തിങ് ബട്ട് എ ഫോഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ബോഡീസ് എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്ക് അതിന്റെ ഒരു എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. M1 M2 എന്ന് പറയുന്നത് മാസ് ഓഫ് ഫസ്റ്റ് ബോഡി, മാസ് ഓഫ് സെക്കൻഡ് ബോഡി, രണ്ട് ബോഡി തമ്മിലുള്ള അട്രാക്ഷൻ പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എർത്തും സണ്ണും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. എർത്തും മൂണും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഈ പാനിയും ഈ എന്റെ കൈയും തമ്മിൽ ദർ ഈസ് എ gravitational force, but it is very small force. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ്
gravitational force is directly proportional to the mass of the bodies and directly proportional to the square of the distance between them. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. രണ്ട് ഫോഴ്സുകളുണ്ട്. എന്തൊക്കെ നമുക്ക് കാണാം? റിപ്പൽഷൻ ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ നമുക്ക് എന്ത് അട്രാക്ഷൻ ഉണ്ട്. രണ്ട് പോസിറ്റീവ് തമ്മിലാണെങ്കിൽ വി ഗെറ്റ് റിപ്പൽഷൻ ഫോഴ്സ്. അപ്പൊ അതിനെ പറയുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോൺസ്. രണ്ട് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സിനെ പറയുന്നതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അല്ലെങ്കിൽ രണ്ട് ന്യൂക്ലിയോൺസ് സച്ചാസ് അല്ലെങ്കിൽ രണ്ട് പ്രോട്ടോൺസ് ആവാം, അല്ലെങ്കിൽ രണ്ട് ന്യൂട്രോൺസ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ ആവാം. അപ്പൊ രണ്ട് ന്യൂക്ലിയോൺസ് തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. ഓക്കെ. പിന്നെ എന്താണ് വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്? വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ബിറ്റ്വീൻ എനി ടു എലമെന്ററി പാർട്ടിക്കിൾസ്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ റേഡിയോ ടു ഡിക്കേ എടുക്കുകയാണെങ്കിൽ the nucleus emits an electron and an antineutron, and these two particles interact through weak force. ഈ ഒരു റേഡിയേറ്റീവ് ഡീകേ എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയോൺ ഒരു ഇലക്ട്രോണും ആന്റി ന്യൂട്രോണും എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോണും ആന്റി ന്യൂട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് വീക്ക് ഫോഴ്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഫോഴ്സ് ഏതായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ദ വീക്ക് ഫോഴ്സ്. വീക്ക് ഫോഴ്സ് കഴിഞ്ഞിട്ടേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓൾറൈറ്റ്, മൂവിംഗ് ഓൺ ടു ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറയുക? ടു എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്ക് ടേബിളിന്റെ മുകളിൽ വെച്ചു. അപ്പൊ എന്തൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഈ ബുക്ക് ഞാൻ ടേബിളിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലെ? അടിയിലേക്ക് W=mc എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു റിയാക്റ്റീവ് ഫോഴ്സ് എന്റെ മേലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അടിയിലേക്ക് ആക്ട് ചെയ്യുന്നതാണ് ആക്ഷൻ, മേലേക്ക് ആക്ട് ചെയ്യുന്നതാണ് റിയാക്ഷൻ. സ്വിമ്മിങ്, ഫോർ എക്സാമ്പിൾ സ്വിമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ കൈവച്ച് തുഴയുന്നത് ആക്ഷൻ, വാട്ടർ നമുക്ക് ഒരു റിയാക്ഷൻ ആയിട്ട് ഫോർവേഡ് ആക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ ദീസ് ആർ ഓൾ ദി എക്സാമ്പിൾസ് ഫോർ ന്യൂട്ടൺസ് തേർഡ് ലോ. ഇനി വാട്ട് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിച്ച പോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോയും ന്യൂട്ടൺസ് തേർഡ് ലോയും. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്താ പറയണേ? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറയണേ? ന്യൂട്ടൺസ് തേർഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ടു എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it states that when two or more bodies interact with one another in the absence of an external force, the total momentum remains constant. The total momentum remains constant. That is, momentum after collision and momentum after collision will be same. അതിനാണ് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ എടുക്കുകയാണെങ്കിൽ F is equal to dp by dt അല്ലെ? ന്യൂട്ടൺ സെക്കൻഡ് ലോ. when no external force act, F എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പറയാം dp by dt is equal to 0, which means that there is no change in momentum, അല്ലെങ്കിൽ p is constant, that momentum is constant. നമ്മൾ അതിന്റെ ഒരു പ്രൂഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സേ ഫോർ എക്സാമ്പിൾ, രണ്ട് ബോഡീസ് ഹാവിംഗ് മാസ് m1 m2, ഇതും മാസ് m1 m2, having an initial velocity u1 and u2, and after collision such that they collide each other, and after collision they have velocity v1 and v2. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ m2 എന്തായിരിക്കും? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ m2 F is equal to m എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു.
അപ്പൊ എഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M2 എന്തായിരിക്കും M2 into A2 അല്ലെങ്കിൽ A2 എന്ന് പറയുന്നത് ആക്സിലറേഷൻ നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം M2 into V2 minus U2 divided by delta t time. ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം M2 will also act equal and opposite force on M1 അല്ലേ. M1 ഇത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M2 എന്ന് പറയുന്നത് M1 M2ലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. അതുപോലെ തന്നെ M2 M1ലേക്കും ആക്ട് ചെയ്യും അല്ലേ. അതിനെ പറയുന്നതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം M2 will also act equal and opposite force on M1. അതിനെ പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് റിയാക്ഷൻ. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M1 എന്ന് പറയുന്നത് എന്താണ്? M1 into A1. M1 into A1. A1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. M1 into V1 minus U1 divided by delta t. So according to Newton's third law, വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം റിയാക്ഷൻ ആൻഡ് ആക്ഷൻ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്സ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യണം, ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് പോവും. വാട്ട് ഇസ് ലെഫ്റ്റ്? M2 V2 minus M2 U2 മൈനസ് ഓഫ് M1 V1 പ്ലസ് M1 U1. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വി വിൽ ഗെറ്റ് ഈ M1 U1 ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ല, ഈ M2 U2 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് M1 U1 പ്ലസ് M2 U2 is equal to M1 V1 പ്ലസ് M2 V2. അല്ലെങ്കിൽ നമുക്ക് പറയാം മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ, അല്ലെങ്കിൽ ദ ടോട്ടൽ ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. Next we'll be discussing about applications of law of conservation of linear momentum. കുറെ എക്സാമ്പിൾസ് ഉണ്ട്, കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത് റീകോയിൽ ഓഫ് ഗൺ. എന്താണ് റീകോയിൽ ഓഫ് ഗൺ? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗൺ ഫയർ ചെയ്യുകയാണെങ്കിൽ ദ ബുള്ളറ്റ് മൂവ്സ് ഫോർവേഡ് വിത്ത് എ വെരി ഹൈ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ആക്ഷൻ. At the same time the bullet exerts an equal and opposite force on the gun. അല്ലേ, നമ്മളൊരു ബുള്ളറ്റ് ഫയർ ചെയ്യണതിന്റെ ഒപ്പം ബുള്ളറ്റ് ഒന്ന് ഇങ്ങോട്ട് ബാക്കിക്ക് തെറിക്കും. That is because the bullet exerts an equal and opposite force on the gun. അതിനെ പറയുന്നതാണ് റിയാക്ഷൻ. So the total momentum before firing എന്തായിരിക്കും? ഇവിടെ മൊമെന്റം ഓഫ് ഗണ്ണും ഉണ്ട്, മൊമെന്റം ഓഫ് ബുള്ളറ്റും ഉണ്ട്. മൊമെന്റം ഓഫ് ബുള്ളറ്റും ഉണ്ട്, മൊമെന്റം ഓഫ് ഗണ്ണും ഉണ്ട്. വി റെപ്രസെന്റ് capital M for the mass of gun and capital V for the velocity of gun, whereas small letter M denotes mass of bullet and small letter V denotes velocity of bullet. So initially എല്ലാതും റെസ്റ്റിലാണ്. So the total momentum before firing എന്ന് പറയുന്നത് എന്തായിരിക്കും? Will be 0. കാരണം ഇനീഷ്യൽ വെലോസിറ്റി രണ്ടിന് 0 ആണ്. What will be the total momentum after firing? Mass of bullet plus velocity of bullet plus mass of gun plus velocity of gun അല്ലെ. അതായത് മൊമെന്റം ഓഫ് ബുള്ളറ്റ് പ്ലസ് മൊമെന്റം ഓഫ് ഗൺ ആണ്. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ദാറ്റ് ഈസ് 0 ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്തായിരിക്കും? മൊമെന്റം ഓഫ് ഗൺ പ്ലസ് മൊമെന്റം ഓഫ് ഗൺ പ്ലസ് മൊമെന്റം ഓഫ് ബുള്ളറ്റ് ആയിരിക്കും. അതായത് മൊമെന്റം ഓഫ് ഗൺ പ്ലസ് മൊമെന്റം ഓഫ് ബുള്ളറ്റ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് ഗണ്ണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് V is equal to minus mv by m. അല്ലെങ്കിൽ that velocity is known as recoil velocity. That velocity is known as recoil velocity. ഇവിടെ നെഗറ്റീവ് സൈൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഗൺ മൂവ്സ് ബാക്ക്വേർഡ്. അല്ല, നമ്മളൊരു ഫയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗൺ മൂവ്സ് ബാക്ക്വേർഡ്, ഒന്ന് തെറിക്കും ബാക്കിലേക്ക് അല്ലെ. ദാറ്റ് ഇസ് വൈ ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ ഗൺ മൂവ്സ് ബാക്ക്വേർഡ്. അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. റോക്കറ്റ് പ്രൊപ്പൽഷന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു, ഒരു ആക്ഷൻ ഉണ്ട്, ഒരു റിയാക്ഷൻ ഉണ്ട്. എന്തായിരിക്കും ആക്ഷൻ എന്ന് പറയുന്നത്? ഗ്യാസ് കമ്മിങ് ഔട്ട് ത്രൂ ദി നോസിൽ. ഗ്യാസ് കമ്മിങ് ഔട്ട് ത്രൂ ദ നോസിൽ ആണ് ആക്ഷൻ എങ്കിൽ
the force exerted by the burnt gas on the rocket. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ആക്ഷൻ. അതായിരിക്കും റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ഷനും റിയാക്ഷനും വിൽ ബി ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. Now we move on to the problems. ഈ പ്രോബ്ലം മാർച്ച് 2015 CBSE ബോർഡിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Let's look at the problem description. A railway truck of mass 5,000 kilogram moving with a velocity of 3 meter per second collide with another truck of mass 3,000 kilogram at rest. During the collision, the two get coupled together. രണ്ടും coupled together. Determine the common velocity with which they move after the collision. ഇവിടെ given dataസ് എന്തൊക്കെയാണ്? റെയിൽവേ ട്രക്കിന്റെ മാസ് തന്നിട്ടുണ്ട് 5,000 കിലോഗ്രാം. പിന്നെ എന്താണ്? റെയിൽവേ ട്രക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 3 meter per second. അല്ലെ? They collide with another truck. ആ ട്രക്കിന്റെ മാസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഗിവൺ ആസ് 3,000 കിലോഗ്രാം അറ്റ് റെസ്റ്റ്. അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ട്രക്കിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. We have to find the common velocity with which they move after the collision. Okay. ഇവിടെ momentum of the first truck before collision എന്തായിരിക്കും? Momentum of first truck before collision എന്തായിരിക്കും? M1U1 അല്ലേ? M1U1 അതായത് മാസ് ഓഫ് ദ ട്രക്ക്, റെയിൽവേ ട്രക്ക് ഇൻറ്റു വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് മൂവ്സ് അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് മൂവ്സ്. എത്രയായിരിക്കും അത്? 5,000 ആണ് മാസ് ഇൻറ്റു 3. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 15,000. അതായിരിക്കും മൊമെന്റം of the first truck before collision. Momentum of second truck before collision എത്രയായിരിക്കും? Momentum of second truck before collision എന്തായിരിക്കും അത്? And before collision, what is the velocity of the second truck? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞെങ്കിൽ it collide with another truck of mass 3,000 kilogram at rest എന്ന് പറയുമ്പോൾ the velocity will be 0. That is m2 into u2. That is nothing but m2 എന്ന് പറയുന്നത് 3,000. 3,000 into 0 is nothing but 0 itself. ഇനി the total momentum before collision എന്തായിരിക്കും? The total momentum before collision this plus this അല്ലേ? So total momentum before collision is nothing but 15,000 അല്ലെ? അതായത് total momentum before collision എന്ന് പറയുന്നത് this plus this എന്ന് പറയുന്നത് 15,000 ആയിരിക്കും. will be equal to 50,000. ഇനി let v be the common velocity after collision. അപ്പോ ടോട്ടൽ മാസ് എത്രയായിരിക്കും? ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 5,000 പ്ലസ് 3,000. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 5,000 പ്ലസ് 3,000. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8,000. ഇനി അപ്പോ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊല്യൂഷൻ എന്തായിരിക്കും? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ? Common velocity. Let v be the common velocity. Let v be the common velocity എന്ന് നമ്മൾ കണ്ടെത്തി. Common velocity. അപ്പൊ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊല്യൂഷൻ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊല്യൂഷൻ എന്തായിരിക്കും? മാസ് ഇൻറ്റു വെലോസിറ്റി. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 8,000 into velocity അല്ലെ? അപ്പൊ എന്തായിരിക്കും? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ബിഫോർ കൊല്യൂഷൻ അല്ലെ? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊല്യൂഷൻ. ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊല്യൂഷൻ എന്തായിരുന്നു? 15,000 പ്ലസ് 0. ദാറ്റ് ഈസ് നത്തിങ് ബട്ട്
15,000. അപ്പോൾ 15,000 ഈക്വൽ ടു 8,000 വി. അപ്പൊ ഇതിന്ന് കോമൺ വെലോസിറ്റി വി കണ്ടെത്തിക്കൂടെ? വി ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് 15,000 divided by 8,000. 15 by 8, it is nothing but we will get around 1.875 meter per second. Very simple question ആണ്. Law of linear conservation of momentum ഉപയോഗിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ you can score about 4 marks. മാർച്ച് 2015 4 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയ വാല്യുബിൾ കമന്റ്സ് ആസ് ഫീഡ്ബാക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.